നമ്മുടെ ഭൂമി ഒരു കാടായിരുന്നു. ആ കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടം കൃഷിഭൂമിയാക്കി. അന്നിവിടെ എല്ലാവരും കറുത്ത മനുഷ്യരായിരുന്നു. കറുത്ത മനുഷ്യർ. അവന്റെ ഇന്നോളമുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു സംസ്കാരത്തിന് വഴിതെളിക്കുകയായിരുന്നു കൃഷി. ലോകത്തിലെ എല്ലാ സംസ്കാരവും ഉടലെടുത്തതും കൃഷിയിൽ നിന്നുമായിരുന്നു. അന്നിവിടെ ജാതിയും മതവും ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളെ മനസ്സിലാക്കാനുണ്ടാക്കിയ അടയാളങ്ങൾ പിന്നീട് അക്ഷരങ്ങളായി. അക്ഷരങ്ങളിലേക്കുള്ള യാത്ര അവനെ സംസാരിക്കാൻ പഠിപ്പിച്ചു. അവൻ പാട്ടുകളുണ്ടാക്കി. വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല, ഏറുന്ന യൗവനം. കൃഷിയുടെ വിരസതയകറ്റാൻ അവർ കൂട്ടം കൂടി ചുവടുകൾ വെച്ചു. മരക്കഷ്ണങ്ങളിലും കല്ലുകളിലും താളവിസ്മയങ്ങൾ തീർത്തു. അവർക്കിടയിൽ ശ്രേഷ്ഠന്മാരുണ്ടായി. ആ കൂട്ടങ്ങൾ സംഘമാവുകയും സംഘകാല കൃതികൾ രചിക്കപ്പെടുകയും ചെയ്ത സുവർണ കാലഘട്ടം. പിന്നീട് രൂപപ്പെട്ട ബുദ്ധമതം തകർത്തുകൊണ്ട് പുതിയ ദൈവങ്ങളും പുതിയ മനുഷ്യരുമെത്തി. അവിടെ നിന്ന് തുടങ്ങിയ ജാതിമത യുദ്ധങ്ങളുടെ കാലം ഇന്നും തുടരുന്നു. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖി എന്തേ മൗനം. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയസഖി എന്തേ മൗനം. അഴകിൻ കതിരായണയുമ്പോ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെന്ന് വിഷാദം. വലിയ തറവാട്ടിലെ തൊലിവെളുപ്പുള്ള പെണ്ണിനെ നിനക്ക് വേണം അല്ലാടാ? മോളെ, ഇവന്റെ അപ്പനപ്പൂപ്പന്മാർ നമ്മുടെ ഇല്ലങ്ങളിൽ കുഴുകുത്തി കഞ്ഞിമോന്തി ജീവിച്ചവരാ. നിങ്ങൾക്കുരുട്ടി കഴിക്കാൻ പത്തായ നിറച്ചുണ്ടാക്കി തന്നിട്ടല്ലേ നിങ്ങൾ അവർക്ക് കുഴികുത്തി കഞ്ഞി കൊടുത്തത്? ഈ പ്രേമബന്ധത്തിന് തുടക്കമിട്ടത് ഞാനാണ്. നിങ്ങൾ എന്നെ കൊന്നോളൂ. വിപിൻ നല്ലവനാ, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും സമർത്ഥനായ കുട്ടി. ആ കഴിവിനെയും ചുറുചുറുക്കിനെയും നിങ്ങളുടെ ജാതിക്കോൽ വെച്ച് അളക്കരുത്. പറയുന്നത് നിന്റെ അച്ഛനാ മോളെ. 22 വർഷം നിന്നെ പോറ്റി വളർത്തിയ ഹതഭാഗ്യനായ അച്ഛൻ. മകൾ ഒരു പിന്നോക്കക്കാരനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്. നിന്റെ അമ്മ. വാരിക്കോരി ശ്രീധരൻ കൊടുത്ത് സ്വജാതിക്കാരനെ കൊണ്ട് മകളുടെ മംഗല്യം നടത്താൻ കൊതിച്ചവരാണ്. ഒന്നും അറിയാത്ത പെണ്ണിനെ കള്ളം പറഞ്ഞു വശത്താക്കിയ ഈ കീഴാളനെ കൊന്നുകളയുക. ആരും ചോദിക്കാൻ വരില്ല. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കീഴ്പ്പെട്ടു പോയവർ. പുലങ്ങളിൽ പണി ചെയ്ത് മണ്ണിൽ സ്വർണം വിളയിച്ച് അവരെ നിങ്ങൾ പുലയരെന്ന് വിളിച്ച് ജാതി ഉണ്ടാക്കി അയിത്തക്കാരാക്കി. പണ്ടങ്ങനെ പലതും നടന്നിട്ടുണ്ടാവും. അച്ഛാ, ജാതിയിൽ കുറഞ്ഞവർ എന്ന് നിങ്ങൾ പുച്ഛിക്കുമ്പോൾ നമ്മളെക്കാൾ ജാതിമഹ്യമുള്ള കുലത്തിൽ പിറന്നവരാണിവർ എന്ന കാര്യം മറക്കരുത്. എടി പെണ്ണെ പൊട്ടി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേടി? അല്ലെനിക്ക് അറിയാമയോട് ചോദിക്കുക.
എടി പൊന്നുമോളെ, നമുക്ക് രാജകുടുംബമായിട്ടുള്ള ബന്ധം നിനക്കറിയാമോ? ഇന്ന് രാജാവെന്നും രാജകുടുംബമെന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് പത്മനാഭദാസന്മാർ എന്ന് പറഞ്ഞ് ബ്രാഹ്മണ സേവ ചെയ്തിരുന്ന കുറെ രാജാക്കന്മാരെയല്ലേ? പക്ഷേ അവർക്ക് മുന്നേ ഇവിടെ വേറെ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്കിവിടെ സാമ്രാജ്യമുണ്ടായിരുന്നു, ചേര സാമ്രാജ്യം. ആ രാജാക്കന്മാരുടെ ചേര നഗരമായിരുന്നു കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ മുസിരീസ് തീരത്ത് AD 52 തോമസ് ലീഹ കാലുകുത്തുമ്പോഴും വിദേശികൾ സ്വർണം കൊടുത്തിട്ട് കുരുമുളക് വാങ്ങിയിരുന്നത് ആ രാജാക്കന്മാരിൽ നിന്നുമായിരുന്നു. അതാണ് ചരിത്രം. പരന്നു കിടന്നിരുന്ന പട്ടണത്തിന്റെ 2500 വർഷം പഴക്കമുള്ള ഗ്രീക്ക് യാത്രാ രേഖയിൽ നിന്നും എന്റെ മകൾ കണ്ടെടുത്ത വായിച്ചറിഞ്ഞ മുസിരീസ് നഗര ചരിത്രം. Periplus of the Erythraean Sea. അകനാനൂറിന്റെ തമിഴ് സംസ്കൃതി. ക്രിസ്തുവർഷത്തിലെ ആദ്യ നൂറ്റാണ്ടുകൾ കച്ചവടത്തിന് വന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ആദ്യ പള്ളി പണിതു കൊടുത്ത ചേരമാൻ പെരുമാൾ ഒക്കെ സത്യം തന്നെ, ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അതു കഴിഞ്ഞുള്ള മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ നീ അറിഞ്ഞിരിക്കണം. പറഞ്ഞു കൊടുക്കണോ നിന്നെ അനന്തരത്തേക്ക്? തമ്പാനെന്ന് വിളിപ്പിക്കും, പാളെ കഞ്ഞുടിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് വരിക്കട്ടെ, ഗൗരിച്ചോതി പെണ്ണല്ലേ, പുല്ലു വരിക്കാൻ പോകട്ടെ. 65-ലെ മന്ത്രം ഇതായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിൽ ഇവിടെ ഈ കേരളത്തിൽ പുലേനാർ കോട്ടയും ആ രാജവംശവും നിലനിന്നിരുന്നു. എടി, നീ ഒരു ചരിത്ര വിദ്യാർത്ഥിനിയായത് കുടുംബം പുലർത്താനോ അതോ ഈ അയിത്തജാതിക്കാർക്ക് വേണ്ടി വാദിക്കാനോ? പറയടി, പറയാൻ. നിന്റെ തീരുമാനം തിരുത്തണം, അല്ലെങ്കിൽ രണ്ടിനെയും ഈ റോഡ് സൈഡിൽ കുഴിച്ചിടും. പറഞ്ഞു തീർന്നില്ല, റോഡ് പണിക്കാർ വന്നല്ലോ. ഡേ, അത് റോഡ് പണിക്കാരൊന്നും അല്ല, ഇന്ത്യൻ ഭരണഘടന കുത്തിപ്പൊളിക്കാൻ വന്നവരാ. അതിപ്പോ കുത്തി പൊളിക്കണ്ട, പൊളിക്കണം അത് പിന്നെ. എല്ലാം മറന്ന് നല്ല കുട്ടിയായി നീ ഞങ്ങളുടെ ഒപ്പം വാ. അല്ലെങ്കിൽ ഇവിടുന്ന് തല്ലി ഓടിച്ച ഇവളുടെ പുറകെ നടക്കുന്ന ആ ദളിതൻ ചെറുക്കൻ പിന്നെയും വരുന്നു. അവനെ നമുക്ക് തല്ലി കൊല്ലാം. മറ്റൊരു ദുരഭിമാന കൊല. നീ അഴകിൻ കതിരായി അണയുമ്പോ സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെൻ വിഷാദം. ദേവി നിൻ ജീവനിൽ മോഹം ശ്രുതി നീട്ടുമ്പോ സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം.
വേഷങ്ങളിലെ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഇവിടുത്തെ ദളിതനോട്. അന്നും ഇന്നും ഇവർ ചെയ്യുന്നത് ഒന്നു മാത്രം: ജാതി ഭീകരത, ജാതി ഭീകരത, ജാതി ഭീകരത. ദളിതന് വേണ്ടി തൊട്ടുകൂടായ്മയുടെ പന്തി ഒരുക്കാൻ പന്തല് കെട്ടുന്ന പുത്തൻ രാഷ്ട്രീയ കലവറകൾ. അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ടും കൈനീട്ടി കയറിച്ചിട്ടില്ല. വീറപ്പിന്റെ രുചിക്കൂട്ടുകൾ മാത്രം കഴിച്ചവന്റെ പിന്മുറക്കാരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക: ഇത്തരം ജാതി തിരിച്ചുള്ള അന്നമൂട്ടിന് നിങ്ങൾ വേറെ ആളെ നോക്കി വിളിക്കണം. അന്യജാതിക്കാരനെ വിവാഹം കഴിച്ച സഹോദരിയെ ഗർഭിണിയായിരിക്കെ വെടിവെച്ചു കൊന്ന സഹോദരന്മാരുടെ നാട്, കൊന്നു തള്ളുന്ന ദുരഭിമാന കൊലകളുടെ കഥകൾ പിന്നെയും വലുതായി തന്നെ നീളുന്നു. ഇതിനെതിരെ നീങ്ങേണ്ട നമ്മൾ ജനാധിപത്യത്തിന്റെ വരാന്തകളിലല്ല നിൽക്കേണ്ടത്. പള്ളിക്കൂടത്തിലെ പാതിവന്ത ബെഞ്ചിൽ നോക്കി 10 BA-ക്കാരനെ എന്റെ സമുദായത്തിൽ ഉണ്ടാവണമെന്ന് ചങ്കുപൊട്ടി പറഞ്ഞ മഹാത്മാ യജമാനൻ അയ്യങ്കാളി ഉണ്ടാക്കിയെടുത്ത വില്ലുവണ്ടി പാതയിലൂടെയാണ് കുതിക്കേണ്ടത്. ഇന്നത്തെ പത്മനാഭദാസന്മാരുടെ മുന്നിലൂടെ. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്തൊക്കെയാണ് പുലമ്പുന്നത്? നിങ്ങളൊരു ഹിന്ദുവൻ. ഇവിടെ ഹിന്ദു രാഷ്ട്രം വരുമ്പോൾ നിങ്ങളതിനോട് ചേർന്ന് നിൽക്കുകയല്ലേ വേണ്ടത്? രാജവാഴ്ചയും ജാതിവാഴ്ചയും ഞങ്ങളെപ്പോലുള്ളവരെ എത്രത്തോളം തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒരു രാജാവിന്റെ കീഴിലെ സാമന്തന്മാർ, അല്ലെങ്കിൽ ഇടപ്രഭുക്കന്മാർ, അല്ലെങ്കിൽ മാടമ്പികൾ, ഇങ്ങനെ തുടങ്ങി ആനയെയും ആനപ്പിണ്ടത്തെയും ഭയന്നു കഴിഞ്ഞ നാളുകൾ. ന്യായാധികാരങ്ങൾ കൊണ്ട് തീർത്ത ഫ്യൂഡൽ സിസ്റ്റത്തിൽ ഇല്ലം പറഞ്ഞ് നെഞ്ചുപൊട്ടി പിരിഞ്ഞ പുലയനും പറയനും കുറച്ചൊന്നുമല്ല ഈ മണ്ണിൽ കണ്ണീരൊഴുക്കിയത്. കുറച്ചൊന്നുമല്ല നെഞ്ചത്തടിച്ച് നിലവിളിച്ചത്. അന്നൊന്നും തോന്നാത്ത ഈ ചേർത്ത് നിർത്തൽ മറ്റൊരു അജണ്ടയാണെന്ന് ഞങ്ങൾക്കറിയാം. കീഴാള സമൂഹമെന്ന് നിങ്ങൾ കരുതുന്നവരെ അടിമത്തത്തിലേക്ക് തിരിച്ചുവിടാനുള്ള അടവ് നയമല്ലേ നിങ്ങളുടെ ഈ ഹിന്ദു രാഷ്ട്രം? സത്യവിനെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല മിസ്റ്റർ. എന്ത് സത്യം? ഇന്ത്യയോട് സംസാരിക്കാൻ മതവും ജാതിയുമല്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ കീശയിലുള്ളത്? നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതും മതത്തെ പറ്റിയാണ്. ജാതിയുടെയും മതത്തിന്റെയും അടികൊണ്ട് താഴെ വീണ ഞങ്ങൾ നിങ്ങളോട് പിന്നെ ബഹിരാകാശ യാത്രയെ പറ്റി പറയണോ? ഹിന്ദു ഭൂരിപക്ഷ ഭരണത്തിൽ ഇവിടുത്തെ ദളിതരെ ഈയാമ്പാറ്റകളാക്കാൻ പോകുന്ന തരത്തിൽ മാറ്റി എഴുതുന്ന നിയമങ്ങൾ. അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ ഏത് പ്രത്യയശാസ്ത്രത്തെയാണോ എതിർത്തത് ആ പ്രത്യയശാസ്ത്രം കൊണ്ടുവരാനുള്ള വ്യഗ്രതയിലല്ലേ നിങ്ങൾ? ഇവിടെ സനാതനധർമ്മം പുലരേണ്ടത് തന്നെയാണ്. അതിനെ എതിർത്ത് ജീവിക്കുക എന്നത് അസാധ്യവും. സനാതനധർമ്മം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സമയത്ത് പ്രാദേശികമല്ലാത്ത പേർഷ്യൻ ഉത്ഭവമുള്ള ഹിന്ദു എന്ന പദം ഉപയോഗിക്കാതിരിക്കാൻ ഒരു മതമെന്ന നിലയിൽ ഹിന്ദു മതത്തിന്റെ പേരായി വന്നതല്ലേ ഈ സനാതനധർമ്മം? എന്തിന് ദ്രാവിഡ പ്രദേശമായ കേരളത്തെ ആര്യാധിനിവേശത്തിലൂടെ ഹിന്ദുവൽക്കരിക്കപ്പെട്ട് മനുസ്മൃതി പറയുന്ന മുഖത്തു നിന്നും ജനിച്ച ബ്രാഹ്മണന്റെ വയർ നിറയ്ക്കാനുണ്ടാക്കിയ ധർമ്മമല്ലേ മനുസ്മൃതി? 100 വർഷം മുമ്പ് വരെ ക്ഷേത്രത്തിൽ ഞങ്ങളെ കയറ്റാതിരുന്ന നിങ്ങൾ, പള്ളിക്കൂടങ്ങളിൽ നിന്നും ഞങ്ങളെ ഇരുട്ടിലേക്ക് ഓടിച്ച നിങ്ങൾ, മാറുമറച്ചതിനും മാനം കാത്തതിനും കരം വാങ്ങിച്ച നിങ്ങൾ, ആ നിങ്ങൾക്ക് ഞങ്ങൾ മനുഷ്യരായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നവോത്ഥാനം. ഉണരുക ഉണരുക ജനകോടികളെ നിങ്ങൾ പേർ
മാറുമറച്ചതിനും മാനം കാത്തതിനും കരം മേടിച്ച നിങ്ങൾ, പഴയ ഞങ്ങളുടെ കണ്ണീരും നിലവിളിയും കണ്ട് രസിപ്പിച്ച, നിങ്ങളെ സുഖിപ്പിച്ച ധർമ്മമാണ് സനാതനധർമ്മം. സ്ത്രീവിരുദ്ധതയാണ് സനാതനധർമ്മം. E.T. ഭട്ടതിരിപ്പാട് ശബ്ദമുയർത്തിയതും മന്നത്ത് പത്മനാഭൻ നവോത്ഥാനത്തിലേക്ക് വന്നതും ഈ വിരുദ്ധത കൂടി അവസാനിപ്പിക്കാനായിരുന്നു. പണ്ട് നിങ്ങൾ ഞങ്ങളുടെ തലവെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പല സ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങളെ നിങ്ങൾ വെട്ടിമാറ്റുകയല്ലേ? ചെപ്പും പന്തവും ഇന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ. നിങ്ങളെപ്പോലുള്ളവർ ഇവിടുത്തെ ദളിതന്റെ നേരെ ഭയമില്ലാതെ കൈയുയർത്തും. കാരണം നിയമം നിങ്ങളെ സംരക്ഷിക്കുമെന്നറിയാവുന്നതുകൊണ്ട്. ഞാൻ കള്ളനല്ല. ആരാണ് നീ? അങ്ങേ മലഞ്ചെരുവിലാണ് എൻ്റെ വീട്. വയറ് കത്തിയപ്പോ മല ഇറങ്ങിയതാ. കീശയിൽ പണമില്ലാത്തതുകൊണ്ട് ഈ മുളക് പൊടി കട്ടെടുത്തു സാർ. ഒരുപാട് വിശന്നിട്ടുണ്ട് സാർ. മരിക്കും മുമ്പ് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാനുള്ള കൊതി കൊണ്ട് കള്ളനായത്. ഇവന്റെയൊക്കെ തല്ലുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് വിശന്ന് മരിച്ചുകൂടായിരുന്നു നിനക്ക്. കല്യാണ സദ്യക്ക് പപ്പടം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പന്തിയിൽ അടിയുണ്ടാക്കുന്നവർക്ക് മുമ്പിൽ വിശന്നും മലയിറങ്ങി വന്ന മധുവിനോടൊപ്പം നിൽക്കാൻ ആരുമില്ല. മധുവിന്റെ കീറ്റസജ്ജയിൽ കണ്ടത് ദാരിദ്ര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ. മധു, നിങ്ങളുടെ കയ്യിലെ ബന്ധനം ഞാൻ അഴിച്ചുവിടുകയാണ്. വിരൽ ചൂണ്ടി ഈ ആൾക്കൂട്ടത്തോട് ഉച്ചത്തിൽ സംസാരിക്കാൻ. ഒരു സമരവുമില്ലാതെ അഗ്രഹാരങ്ങൾക്ക് സർക്കാർ ആവശ്യത്തിലേറെ ഫണ്ടുകൾ അനുവദിക്കുന്നു. ഇവിടെ ദളിതന്റെ ആവശ്യങ്ങൾക്ക് പോലീസിന്റെ ജലപീരങ്കിയെ നേരിട്ട് ബാരിക്കേഡുകൾക്ക് മുമ്പിൽ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ മാത്രം ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചില സംവിധാനങ്ങൾ, ആലോചനകൾ. അബ്രാഹ്മണ ശാന്തിമാരെ വിദ്യാഭ്യാസമുണ്ടായിട്ടും കോടതി വരെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. ബിരുദവും താന്ത്രിക വിദ്യയും അഭ്യസിച്ച അബ്രാഹ്മണൻ പുറത്തു നിൽക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ പാചകക്കാരനെ നിയമിച്ചാൽ ആ പാചകക്കാരൻ ഒരു ദളിതനാവരുതെന്ന് നിർബന്ധ ബുദ്ധിയോടെ പൂജ പഠിച്ച പിന്നോക്കക്കാരനായ പൂജാരിമാരെ ഇന്നും ശ്രീകോവിലിന് മുന്നിൽ നിങ്ങൾ അറപ്പിച്ചു നിർത്തിയിരിക്കുകയല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട് മതേതര കേരളം. ഞങ്ങൾക്ക് വേണ്ടി സാറ് സംസാരിക്കുകയാണല്ലേ? സാറേ, ഒരു സത്യം പറയാം. എന്നെ ആക്രമിച്ചവരുടെ കുപ്പായത്തിലും മറ്റും രക്തക്കറ പുരണ്ടിട്ടില്ല. അതെന്റെ ശരീരത്തിൽ രക്തമില്ലാഞ്ഞിട്ടാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല സാറേ. ഒരു സംശയം ചോദിക്കട്ടെ?
ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഭൂമി എവിടെ സാർ? ഞങ്ങൾക്ക് വീട് പണിത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കായി വാങ്ങിയ പണം ആർക്കാണ് സാർ കിട്ടിയത്? നിന്നെ അവർ കള്ളനെന്ന് വിളിച്ചു. കുത്തക മുതലാളിമാർ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ മുങ്ങുന്നു. അവരുടെ കടങ്ങൾ ഗവൺമെന്റ് എഴുതിത്തള്ളുന്നു. ദേശസൽകൃത ബാങ്കുകൾ അവർ കൊള്ളയടിക്കുന്നു. സാറേ, അവരോട് പറയണം, എന്നെ കള്ളനെന്ന് വിളിക്കരുതെന്ന് പറയണം സാർ. വിശപ്പ് മധു, വിശപ്പാണോ അതോ മരണമാണോ? മരണം. ഞാനേമ്പിയ ചാറും ചെറവും മധുവല്ലേ പൊന്നച്ച. നീ മൂന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. നാം പൊത്തിയ പൊക്കാളിക്കര, നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ച. നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനെ. മേലോട്ട് നോക്കിയിട്ട് ആകാശം, താഴോട്ട് നോക്കിയിട്ട് ഭൂമി. ആരും നിറയില്ല, പോകാനും വഴിയല്ല ഞാൻ ഭൂപ്പന്മാരെ. എന്താ കേശവേട്ടനും മകനും ഇത്ര വലിയ സന്തോഷം? ഇത് സന്തോഷപ്പാട്ടല്ല, ചാറ്റുപാട്ടാ. പണ്ട് ഞങ്ങളുടെ പൂർവികരൊക്കെ ചെയ്ത ചാറ്റ്. കൊഴുത്തല വെട്ടി കള്ളുവെച്ച് ഇങ്ങനെ മലയോട് പറഞ്ഞു നടന്ന ചില രീതികൾ. ഇപ്പം ഞങ്ങളിതൊക്കെ അങ്ങ് നിർത്തി. ഞങ്ങളിപ്പോൾ പുരോഗതിയെപ്പറ്റി ശാസ്ത്രത്തെപ്പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇത്തരം അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നത് അവരൊക്കെയാ. കൊഴുത്തല വെട്ടിയും നരബലി നടത്തിയുമൊക്കെ. കേശവേട്ട, എൻ്റെ മൂത്ത മകനുണ്ടല്ലോ, മേശിരിപ്പണിക്ക് പോകുന്നവനെ, അവനൊരു പഴയ കാറ് വാങ്ങി. ഒരാഗ്രഹമായിരുന്നു പണിക്കാരെയും കൊണ്ടുപോകാൻ ഒരു കാറ് വേണമെന്ന്. അപ്പം അതിലെനിക്കും വലിയ സന്തോഷമായി. അതിന് ലഡു വിതരണം നടത്തി വരിക. സാറും കഴിക്കൊരു ലഡു. ഈ മധുരം നാളത്തെ നിങ്ങളുടെ കൈപ്പിൻ്റേതാണ്. അതുകൊണ്ട് ഈ ഉപഹാരം ഞാൻ നിരസിക്കുന്നു കേശവേട്ട. എൻ്റെ മകനൊരു കാറ് വാങ്ങിയത് ഇല്ലായ്മയിൽ നിന്നുമാണ്. അതിന് നിങ്ങളൊക്കെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കേശവേട്ട, ചില നിയമങ്ങൾ ഇവിടെ നടപ്പാക്കാത്തിടത്തോളം കാലം ഇത്തരം സന്തോഷങ്ങൾ പിന്നീട് ദുഃഖമാവും. അതായത് ഉരുളി മാതൃകയിലെ കിണറും ചുണ്ടൻ വള്ളം മോഡൽ മതിലും അതിന് നടുവിലൊരു കൊട്ടാര വീടും പുരയിടവും കാറും ഉണ്ടെങ്കിൽ പോലും അവൻ സർക്കാരിൻ്റെ മുന്നിൽ പാവപ്പെട്ടവനാണ്. 3 സെന്റ് ഭൂമിയും സർക്കാരിൻ്റെ ലൈഫ് വീടും വെച്ച് പണിക്കാരെ കൊണ്ടുപോകാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയാൽ ദളിതൻ സർക്കാരിൻ്റെ കണ്ണിൽ പണക്കാരനാണ്. ഇവിടെ ജാതി സെൻസസ് അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്. മാറി വരുന്ന ഒരു സർക്കാരും അത് നടപ്പിലാക്കുന്നില്ല. ചില ദേശീയ നേതാക്കൾ ജാതി സെൻസസ് എക്സ്റേ ആണെന്ന് പ്രസ്താവിക്കുമ്പോഴും നേതാവിന്റെ അണികൾ കതറിട്ട് മൗനം പാലിക്കുന്നു. മതേതരം എന്ന് പറഞ്ഞ് ഇത്രയും നാൾ നടന്നിട്ടും ഇപ്പോ വർഗീയ കക്ഷികളുടെ കുടക്കീഴിൽ അഭയം തേടുന്നു. ദളിതന്റെ അവകാശ പോരാട്ട ജാഥകൾ ക്രിമിനൽ കുറ്റമാവുന്ന കാലമാണിത്. ദളിതന്റെ കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടാതെ പോകുന്നു. പൂക്കോട് നടന്ന മെഡിക്കൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകവും അങ്ങനെയാകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു കേശവേട്ട. സിദ്ധാർത്ഥൻ പോലീസിനെ തല്ലുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഗുണ്ടയല്ല, പീഡനക്കേസിലെ പ്രതിയല്ല, സ്വർണ്ണക്കടത്തുകാരനല്ല, തട്ടിപ്പ് കേസിലെ പ്രതിയുമല്ല. പഠിക്കാൻ മാത്രം ആഗ്രഹമുള്ള, അക്ഷരം തേടിയിറങ്ങിയ ഒരു പാവം വിദ്യാർത്ഥിയായിരുന്നു. ഈ ആൾക്കൂട്ടങ്ങൾ അവരെ തല്ലിക്കൊല്ലുമോ? ആ കലാലയത്തിൽ വീണ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ കണ്ണീര് തുടച്ചു മാറ്റാൻ അവന്റെ ചങ്ക് കൂട്ടുകാർ സത്യം പറയണം. സത്യം മാത്രമേ പറയാവൂ. സത്യം മാത്രം.
എടാ ചങ്കുകളെ, ഇത് ഞാനാ, നിങ്ങളുടെ സിദ്ധാർത്ഥൻ. ഹലോ, ഞാൻ വന്നു. എന്തിനാ ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞത്? എനിക്ക് വേഗം പോണോടാ. വീട്ടിൽ എൻ്റെ അമ്മ എന്നെ കാത്തിരിക്കുക. മോനെ, മോനെ, മോനെ. അമ്മേ, നീ ഇന്ന് വരില്ലേ? ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി. ഒരു കാര്യം ഞാൻ പറയാം മോനെ. വരുന്ന വഴി കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് നിറച്ച് വന്നേക്കരുത്. അമ്മ മോനിവിടെ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞെ, നീ തിരുവനന്തപുരത്ത് എത്തിയോടാ? എത്തിയെങ്കിൽ അവിടെ നിൽക്ക്, അച്ഛൻ സ്കൂട്ടറും കൊണ്ട് അങ്ങോട്ട് വരും. സോറി അമ്മേ, എറണാകുളത്ത് വരെ വന്നു. പിന്നീട് തിരിച്ച് കോളേജിലേക്ക് തന്നെ പോന്നു. അയ്യോ, അതെന്താ? എന്റെ കൂട്ടുകാരെന്നെ തിരിച്ചു വിളിച്ചു. അവർ എന്റെ ചങ്കുകളാ. ഓ, നിനക്ക് ഞങ്ങളെക്കാ വലുത് നിന്റെ കൂട്ടുകാരല്ലേ? നിന്റെ കുറെ ചങ്ക് കൂട്ടുകാര്. മക്കളെ, നിങ്ങൾ എൻ്റെ മകന്റെ കൂട്ടുകാരല്ലേ? എൻ്റെ മകന്റെ കഴുത്തിൽ നിങ്ങളിട്ട് കുരുക്ക മുറുകുമ്പോൾ അവസാനമായവൻ അമ്മേ എന്ന് വിളിച്ചിരുന്നോ? പുലികൾ, പക്കി, പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പുലികൾ, പക്കി, പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ, ഉലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം. അവൻ അങ്ങനെ വിളിക്കും. ഒരു പനി വന്നാൽ, ഒന്ന് വിശന്നോടി വന്നാൽ അവൻ അമ്മേ എന്ന് വിളിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞ് വിശന്നാ മരിച്ചത്. അവനെ വിശപ്പറിയിക്കാതിരിക്കാനാ അവൻ്റെ അച്ഛൻ വിദേശത്ത് പോയത്. പക്ഷെ അവൻ അവസാനമായി വിശന്നപ്പോൾ ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ആരാണ് മോളെ നീ? സഖാവായിരുന്നിട്ടും ക്യാമ്പസിൽ വെച്ച് പുലച്ചി എന്ന് വിളികേട്ടവൾ. ഹൈദരാബാദിൽ കേന്ദ്ര സർവകലാശാലയിൽ ജാതി വിവേചനം കൊണ്ട് മരിച്ച രോഹിത് വെമുലയ്ക്ക് വേണ്ടി കത്തിച്ച മെഴുകുതിരിയുടെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങ് കേരളത്തിൽ ജാതി വിവേചനം നേരിട്ട് മരിച്ച സിദ്ധാർത്ഥിന് വേണ്ടിയും ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ചക്കക്കൊമ്പനും അരിക്കൊമ്പനും വരെ ഇവിടെ കണക്കുണ്ട്. ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്ത് കണക്കാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് റാഗിംഗ് എന്ന് പറയുന്ന കൂട്ടുകാർ. ആൾക്കൂട്ട വിചാരണകൾ അങ്ങ് യു പിയിൽ മാത്രമല്ല, ഇവിടെയുമുണ്ടെന്ന് തലയാട്ടിയെങ്കിലും സമ്മതിക്കാത്തവന്റെ ദളിത് വിരുദ്ധതയ്ക്ക് ഇവിടെ 100 മാർക്ക് ഇടുകയാണ് ഞാൻ. വണ്ടിപ്പെരിയാറും വാളയാറും മറക്കാത്ത നമ്മുടെ മുമ്പിൽ വീണ്ടും ദളിതാക്രമണങ്ങൾ തുടർക്കഥയാവുന്നു. അന്നം തേടിപ്പോയവനും അക്ഷരം തേടിപ്പോയവനും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാവുന്നു. കറുത്ത കലാകാരന്മാരെ അവർ വേദികളിൽ ആക്രമിക്കുന്നു. ഇത് കണ്ട് മൗനമാവാൻ നമുക്കാവില്ല. ഇതിനെതിരെ കലഹിക്കാനും കൈ ചൂണ്ടാനും KPMS വരികയാണ്. ഉണരുക, ഉണരുക ജനകോടികളെ നിങ്ങൾ, പേറുക, പേറുക വന്ദി വിജയ പതാക. തീണ്ടൽ പല
പലകകൾ തട്ടിയകറ്റി അടിയാൻ ജീവിതം അടിമുടി മാറ്റി. തീണ്ടൽ പലകകൾ തട്ടിയകറ്റി അടിയാൻ ജീവിതം അടിമുടി മാറ്റി. അയ്യങ്കാളി തെളിച്ചൊരു ജനത ചിന്തയിൽ അഗ്നി പടർത്തി. അയ്യങ്കാളി തെളിച്ചൊരു ജനത ചിന്തയിൽ അഗ്നി പടർത്തി. വരികയായി വരികയായി ഉന്നല നയിക്കും നവശക്തി. വരികയായി വരികയായി ഉന്നല നയിക്കും നവശക്തി. ജീവിതാനുഭവങ്ങളാണ് അവരെ അക്കാദമിക രംഗത്ത് അങ്ങനെ സാങ്കേതികമായി അല്ലെങ്കിൽ ശാസ്ത്രീയമായി പഠിച്ചതോ അല്ലെങ്കിൽ പോലും ജീവിതാനുഭവങ്ങളാണ് അവരെ ഈ കലയിലൂടെ സന്ദേശം പങ്കുവയ്ക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത്. അങ്ങനെ